ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടത്. ഇതിൽ ഞാൻ പഴമൊന്നും ചേർത്തിട്ടില്ല, പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകിയതിന് ശേഷം 3 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ. ഇനി നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പകുതിയോളം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ അരിയുടെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറിയ തരിയോട് കൂടിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ അരി ഇതേ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് ബാക്കിയുള്ള അരി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ അരി അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ഏലക്കട കുരു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു അരി ഞാനിവിടെ അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ അരച്ച പോലെ തന്നെ വേണം കേട്ടോ ഇതും അരക്കാനായിട്ട്. ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമല്ല, അതാണ്. അപ്പോൾ നല്ല ജീരകമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ അതേ തേങ്ങ നല്ലോണം തന്നെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അവിയലിനൊക്കെ ചെയ്യില്ല, അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് ചതച്ചിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നാളികേരെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയില്ല, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ആയ ശേഷം പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ ഒരു ശർക്കരപ്പാനി ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതിലേക്ക് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ആകെ അങ്ങനെ കട്ടൊക്കെ പിടിച്ചിട്ട് പോകും. നല്ല ചൂടുള്ള ശർക്കരപ്പാനിയല്ല, അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് ഈ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് ഈ ഒരു മാവ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമ്മളിത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയാൽ നമുക്കൊരു കമ്പിയോ അതല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക്